നിന്നും ആരംഭിക്കുന്ന LDF ജാഥാംഗങ്ങളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇത്തരമൊരു പരിപാടി LDF 3 ജാഥകൾ എന്ന നിലക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ 2 ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് MP ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ. ആ ജാഥ പാലക്കാടാണ് അവസാനിക്കുക. മറ്റൊരു ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. അത് തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ജാഥ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ഈ 14 ജില്ലകളിലും LDFന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങളെന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ് LDF നൽകുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ അസംബ്ലി സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ നിലയിൽ അസംബ്ലിക്കകത്തൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എല്ലാവരും മുൻകൈയെടുക്കുക. ചില ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്ന സമീപനം വരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇതാണ് സാധാരണ പാർലമെന്ററി ജനാധിപത്യത്തിൽ നടന്നു വരാറുള്ളത്. പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന 2 ഘട്ടം, ഒന്ന് നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ച, മറ്റൊന്ന് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച. ഈ ചർച്ചയിലെല്ലാം വലിയ തോതിൽ മാറി നിൽക്കുന്ന അവസ്ഥയാണ് UDF സ്വീകരിച്ചത്. നയപ്രഖ്യാപനത്തിന്റെ ചർച്ചയിൽ ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായും വിട്ടുനിന്നു. ബജറ്റിന്റെ ചർച്ച 3 ദിവസം, 3 ദിവസവും UDF വിട്ടുനിന്നു. എന്താണിത്? സാധാരണ നിലയിൽ ഒരു വിഷയം ഉന്നയിച്ച് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് വരുമ്പോഴാണല്ലോ മറ്റു നടപടികളിലേക്ക് കടക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചയെ UDF ഭയപ്പെടുക.
ചർച്ചയിലുള്ള പ്രത്യേകത എന്താ? ഏകപക്ഷീയമായി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾക്ക് നേരെ മറുപടി കിട്ടും. പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കും, ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കും. അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ സഭയുടെ മുന്നിൽ വരും. ആ യഥാർത്ഥ വസ്തുതകളെ ഭയപ്പെടുകയാണ്. യഥാർത്ഥ വസ്തുതകൾ അവതരിക്കപ്പെടരുത്. വല്ലാതെ ഭയപ്പെട്ട് ഒളിച്ചോടുന്ന UDF-നെയാണ് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതേസമയം വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിന് ഒരു ക്ഷാമവുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട കുറേ വിഷയങ്ങളുള്ളൊരു ഘട്ടമാണിത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിന് നേരെ വലിയ തോതിൽ അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നു. അത് ആദ്യമല്ല, എന്നാൽ ഒരു പ്രത്യേക പകയോടെ കേരളത്തെ സമീപിക്കുന്ന അവസ്ഥ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുകൊണ്ടാണ് അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്ന പേര് പോലും അപൂർവമായി കേട്ടത്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പൊതു വളർച്ചയിൽ, പൊതുവികാസത്തിൽ കേരളത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? കേന്ദ്ര ധനകാര്യ വകുപ്പ് ബജറ്റിന്റെ തലേ ദിവസം ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ കേരളത്തെ പലയിടത്ത് പരാമർശിക്കുകയാണ്. പരാമർശിക്കുന്നത് മോശമായ കാര്യത്തിനല്ല. പല മേഖലയിലും രാജ്യത്ത് ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലക്കാണ് കേരളത്തെ പരാമർശിക്കുന്നത്. അവിടെ നിരവധി തവണ കേരളം കേരളം എന്ന് കേൾക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം ആ പേരേ കേൾക്കുന്നില്ല. നമുക്ക് വേണ്ട ഒന്നും നൽകാൻ തയ്യാറാകുന്നില്ല. എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ നേരത്തെ ഇവിടെ പരാമർശിച്ച അതിദാരിദ്ര്യമുക്തമായതിനെ കുറിച്ച് അതിന്റെ നാൾ വഴികൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 64,006 കുടുംബങ്ങൾ നിങ്ങളെല്ലാവരും അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് ഒരു ദിവസം അങ്ങ് പ്രഖ്യാപിച്ചതല്ല. അതാണ് ആ സർവേ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞ കാര്യം. ഓരോ കുടുംബത്തെക്കുറിച്ചുമുള്ള മൈക്രോ പ്ലാൻ ഉണ്ടായി. ഓരോ കുടുംബവും എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമാവുക, അവർക്കുള്ള ക്ലേശഘടകങ്ങൾ എന്താണ്, അതാദ്യം കണ്ടെത്തുന്നു, അവ പരിഹരിക്കുന്നു. അങ്ങനെ ഓരോന്നും പരിഹരിച്ചാണ് 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമാകുന്നത്. ആ പ്രവർത്തനത്തെ രാജ്യത്തിന് മുന്നിലുള്ള
ഏറ്റവും വലിയ മാതൃകയായി അംഗീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ബജറ്റ് വന്നപ്പോ നമ്മെ പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ പോലും പരിഗണിക്കുന്നില്ല. നമുക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ നേരത്തെയുണ്ട്. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണ് എന്ന് സമ്മതിക്കുന്നതാണ്. ആ മെച്ചപ്പെട്ടതാണ് എന്ന് സമ്മതിക്കുന്ന ആരോഗ്യരംഗത്തിന് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുമുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമുക്ക് മാത്രമില്ല. എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടൽ മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ധാരണയിലെത്തിയതാണ്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ എയിംസിന്റെ ആവശ്യം ഇവിടെ ഉയരുന്നുണ്ടായിരുന്നു. 2016 മുൻപുള്ള ഗവൺമെന്റ് എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ കണ്ടെത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് എയിംസ് അനുവദിക്കാൻ ഈ 4 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോ കേന്ദ്ര ഗവൺമെന്റാണ് പറയുന്നത്, നിങ്ങൾ 4 സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല, എവിടെയാണോ സ്ഥാപിക്കേണ്ടത് ആ സ്ഥലം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കണം. അപ്പൊ ഇതിലൊന്ന് പറയണം. അങ്ങനെയാണ് കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അത്രത്തോളം സ്ഥലം ഏറെക്കുറെ എടുത്തു കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു. അന്ന് തൊട്ട് കാത്തിരിപ്പാണ്. ഇതിനിടയില് പ്രധാനമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പേരെ കാണുകയാണ്, ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംസാരം നടക്കുമ്പോ ഇപ്പൊ കിട്ടിപ്പോയി എന്ന് തോന്നും. പക്ഷേ അടുത്ത പ്രഖ്യാപനത്തില് അതുമാത്രമില്ല, ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഈ ബജറ്റിന് മുൻപ് ഈ പറയുന്ന എല്ലാ പ്രക്രിയയും നടന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദയാണ്, അദ്ദേഹത്തെയും കണ്ടോർമ്മിപ്പിച്ചു. പക്ഷേ ബജറ്റിൽ എയിംസ് ഇല്ല. 5 പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ അതിലൊന്നുമില്ല. നമ്മള് ആരോഗ്യരംഗത്ത് ഇത്തരം സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആയുർവേദ രംഗം, ആയുർവേദ മേഖലയിലെ 3 പ്രധാന സ്ഥാപനങ്ങൾ രാജ്യത്ത് അനുവദിക്കുന്നു. കേരളത്തിലെ ആയുർവേദ മേഖലയെ ആർക്കെങ്കിലും അവഗണിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി കേരളത്തിൽ വരുന്നവരില്ലേ? സംസ്ഥാനത്തിന് പുറത്തുള്ളവർ മാത്രമല്ലല്ലോ, രാജ്യത്തിന് പുറത്തുള്ളവരും കേരളത്തിന്റെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരികയല്ലേ?
ആയുർവേദ മേഖലക്ക് പ്രാധാന്യം കൊടുത്ത് 3 ദേശീയ സ്ഥാപനങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമ്പോ അതിലൊന്നിന് കേരളം എല്ലാ രീതിയിലും അർഹതപ്പെട്ടതല്ലേ? പക്ഷേ കേരളത്തിന്റെ പേരില്ല. കേരളത്തിന് മാത്രമില്ല. നമ്മുടെ ശബരി റെയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം ഈ റെയിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പണമുള്ളത് കൊണ്ടല്ല, അതിന്റെ ചെലവിന്റെ പകുതി വഹിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ഓഫർ നൽകി. രാജ്യത്ത് അത്തരത്തിലുള്ള പദ്ധതികൾ വളരെ വിരളമാണ്. ഓഫർ നൽകിയിട്ടും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയില്ല. ഒരു പ്രത്യേക പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിച്ചു. മൊത്തം ചെലവിന്റെ പകുതിയാണ് സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞത്. അതായത് ഓരോ ഘട്ടത്തിൽ ചെലവിടുന്നതിന്റെ പകുതി സംസ്ഥാനം കൊടുക്കണം. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ അറിയിച്ചത് ആദ്യം നിങ്ങൾ സ്ഥലം മുഴുവൻ എടുക്കുക, നിങ്ങളുടെ ചെലവില്. ഇപ്പൊ സ്ഥലമെടുക്കുന്ന ചെലവില് കേന്ദ്രം പങ്കുവഹിക്കുന്നില്ല എന്നർത്ഥം. ഇതൊക്കെ വളരെ വിചിത്രമായ നിലപാടുകളാണ്. നമുക്ക് ശബരി റെയിൽ പദ്ധതി പൂർത്തിയാവുക എന്നതിലാണ് താല്പര്യം. ആദ്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല ശരി, ചെലവിടുന്നതിന്റെ പകുതി ഞങ്ങൾ തരാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റും ഈ ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുവഹിക്കണം. പക്ഷെ അവരുടെ നിലപാടിൽ മാറ്റമില്ല. നമുക്ക് പദ്ധതി ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചറിയിച്ചു, സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കാം. ഈ പറയുന്ന തുക മുഴുവൻ ചെലവഴിച്ച് ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കാം. അതിനുവേണ്ടി വരുന്ന തുക ഞങ്ങൾ ചെലവിടാം. പക്ഷേ ബജറ്റിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. ഇതാണ് കാര്യം. രാജ്യത്ത് അതിവേഗ റെയിൽ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ വളരെ വിചിത്രമായ അനുഭവമാണ് നമ്മുടേത്. കേരളത്തിലെ യാത്രാ സൗകര്യം ദശാബ്ദങ്ങൾക്ക് മുൻപുള്ള അതേ രീതിയിലാണല്ലോ. നമ്മുടെ നാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുകയാണല്ലോ. ഇതിനിടയിലുള്ള റെയിൽവേ ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ട് യാത്ര ചെയ്യാൻ എടുത്ത സമയം തന്നെയാണല്ലോ ഏറെക്കുറെ ഇപ്പോഴും എടുക്കുന്നത്. എത്ര സമയമാണ് നഷ്ടം? അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ നാടിന്റെ കൂടി പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അർദ്ധ അതിവേഗ റെയിൽ ആ ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചത്. അതായിരുന്നു കെ റെയിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരമൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോ ആ പദ്ധതിക്ക് അനുമതി തരേണ്ട കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്, റെയിൽവേയിൽ നിന്ന്
എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല. കാരണം ഇത് നാടിന് ആവശ്യമാണല്ലോ, കേരളത്തിന് ആവശ്യമാണല്ലോ. കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കൂടി വികസനത്തിന്റെ ഭാഗമല്ലേ? അപ്പോ സ്വാഭാവികമായും അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. നമ്മുടെ കേരളത്തിൽ ചിലർ സ്വീകരിക്കുന്ന സമീപനമുണ്ടല്ലോ, ഇവിടെ ഒരു പദ്ധതിയും ഇപ്പൊ വരാൻ പാടില്ല. ഇപ്പോ എന്നത് പ്രധാനമാണ് കേട്ടോ. ഒരു പദ്ധതി യാഥാർത്ഥ്യമായിക്കൂടാ. ഏത് പദ്ധതി വരുമ്പോഴും ആ പദ്ധതിയെ എതിർക്കാൻ ഒരു കൂട്ടർ മുന്നോട്ട് വരുന്നു. അതില് കോൺഗ്രസിന് നേതൃത്വമുള്ള UDF ഉണ്ട്, BJPയും ഉണ്ട്. രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് BJP. രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. പക്ഷെ കേരളം വികസിക്കണ്ട, കേരളം ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണ്ട. രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ്. അതിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും എതിർപ്പുമായി രംഗത്ത് വന്നു. അതീവ നിർഭാഗ്യകരമായ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ നിലപാട്, നാടിന്റെ വികസനം മറന്നുകൊണ്ടുള്ള നിലപാട്, അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. ഞങ്ങളതിൽ പിണങ്ങിയൊന്നുമില്ല, കാരണം നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ. ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കം ബന്ധപ്പെടുന്നു, റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെടുന്നു, ഈ ആവശ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ടെക്നോക്രാറ്റായ ശ്രീധരൻ വരുന്നത്. അദ്ദേഹം ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോയാൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ഏത് പദ്ധതി ആയാലും പ്രശ്നമില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആയാലും ഇനി മറ്റൊരു പേരിലുള്ള പദ്ധതി ആയാലും അതിവേഗം പോകുന്ന റെയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. ഇതേ ഞങ്ങളുടെ താല്പര്യമുള്ളൂ. അതൊരു ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ പരിപാടി, ഈ പദ്ധതി ഇതേ രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പദ്ധതി പ്രഖ്യാപിക്കൂ. ഞങ്ങൾ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. ഞങ്ങൾക്ക് വേണ്ടത് അതിവേഗ റെയിലാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിന് മറുപടി പറഞ്ഞില്ല. ശ്രീധരൻ ഇത്തരം ഒരു നിർദ്ദേശവുമായി വന്നപ്പോ നമ്മളത് തള്ളുന്നില്ല. എന്താണ് ഇവർ തമ്മിലുള്ള ആലോചന നടന്നത് എന്ന് അറിയില്ലാലോ. പരിശോധിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ആ പദ്ധതി നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്. ആ ഘട്ടത്തില് എനിക്ക് ഡൽഹിയിൽ പോകാൻ ഇവിടുത്തെ ചില തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം പ്രയാസമുണ്ടായിരുന്നു. ആ പദ്ധതി കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ KB തോമസിന്റെ കയ്യിലേക്ക് എത്തിച്ചു. റെയിൽവേ മന്ത്രിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു.
അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഈ ശ്രീധരൻ ഒരു പരിപാടിയുമായി വന്നിട്ടുണ്ട്, ആ പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. ആ പദ്ധതി എനിക്കിപ്പോ വന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല. കെ.വി. തോമസിനെ ഞാൻ അയക്കാം, അദ്ദേഹം നിങ്ങളെ വന്ന് കണ്ട് ആ പദ്ധതി രൂപരേഖ തരും. നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അത് അറിയിക്കണം. നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിർദ്ദേശമായിട്ട് സമർപ്പിക്കാം. വെറുതെ സമർപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത്രയും അദ്ദേഹത്തോട് സംസാരിച്ചു. കെ.വി. തോമസ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഈ പറഞ്ഞതുപോലെ ആ പദ്ധതിയുടെ രൂപരേഖ ഏൽപ്പിച്ചു. കുറെ നാള് പിന്നിട്ടു, ഒരു പ്രതികരണവുമില്ല. അപ്പോഴേക്കും എനിക്കവിടെ പോകാൻ പറ്റുന്ന അവസ്ഥയായി. ഞാൻ നേരിട്ട് പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു. ഏൽപ്പിച്ച കെ.വി. തോമസിനെയും കൂടെ കൂട്ടി. അപ്പോ റെയിൽവേ മന്ത്രി പുതുതായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കുകയാണ്. ഒരു ധാരണ അദ്ദേഹത്തിനില്ല. അപ്പോ ആ പദ്ധതി അവരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ പിരിയുമ്പോ പറഞ്ഞ ആ പദ്ധതിയുടെ രൂപരേഖ ഒന്നുകൂടി നിങ്ങളെ കയ്യിൽ എത്തിക്കാം, വിശദമായി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പോ ബഹുമാനായ ഈ ശ്രീധരൻ പറയാണ്, അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു ഇവിടെ അതിവേഗ റെയിൽ ആരംഭിക്കാൻ. അതിൻ്റെതായ ഒരു ഓഫീസ് പൊന്നാനിയിൽ തുടങ്ങുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചതായി കണ്ടു. അത് അദ്ദേഹത്തിന്റെ കാര്യം, അതിനെപ്പറ്റി വേറെ കൂടുതൽ പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ ശ്രീധരന്റെ ഓഫീസ് തുടങ്ങല് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് ഓഫീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഓഫീസ് മാത്രമല്ല തുടങ്ങിയത്, MLA ഓഫീസ് കൂടിയാണ് തുടങ്ങിയത്. പിന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയ ഓർമ്മയുണ്ടാവുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രയാസമില്ലാത്ത ഒരാളാണ് ബഹുമാനായ ഈ ശ്രീധരൻ. അത് വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇകഴ്ത്തി കണ്ടിട്ടില്ല. വലിയ ടെക്നോക്രാറ്റ് എന്ന ബഹുമതിയോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ സിഗ്നൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പാർലമെന്റിൽ അപൂർവമായിട്ടൊരു നടപടിക്രമം ഉണ്ടായി. ഒരു ചോദ്യം റെയിൽവേ മന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥ വന്നപ്പോ റെയിൽവേ മന്ത്രി അപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. ഈ ശ്രീധരൻ ഓഫീസ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞപ്പോ അത് സ്വാഗതാർഹമാണെന്നാണ്. ഓഫീസ് തുടങ്ങിയത് കൊണ്ട് കാര്യമായോ? പദ്ധതിക്ക് അനുമതി വേണ്ടേ? പദ്ധതി ഈ ശ്രീധരൻ എന്ന വ്യക്തിയാണോ ആരംഭിക്കേണ്ടത്? പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റിലെ നടത്തേണ്ടത്. അത്തരം പ്രഖ്യാപനം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ വഹിക്കേണ്ട പങ്കില്ലേ? ആ കാര്യങ്ങളിലുള്ള ധാരണ എന്താണ്? ഇതെല്ലാം നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതിയുടെ കാര്യം. ഇപ്പോ അതിവേഗ റെയിൽ 7 എണ്ണം പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 അതിവേഗ റെയിൽ.
നാം നിരന്തരം ആവശ്യപ്പെടുന്നു. കേരളം ആ പട്ടികയിലില്ല. കേരളത്തെ ഒഴിച്ചു നിർത്തി. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കെന്താണ് കുറവ്? എന്താണ് നമ്മളെ മാറ്റി നിർത്തുന്നതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തെ നിഷേധിക്കുന്നത്? ഇവിടെ ബി.ജെ.പിക്ക് കേരള സംസ്ഥാനത്തോട് പ്രത്യേകമായ വൈമുഖ്യമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി.ജെ.പി, ആ ബി.ജെ.പിക്ക് നേതൃത്വം കൊടുക്കുന്ന ആർ.എസ്.എസ് ഇതിനോടൊന്നും വലിയ മമത പുലർത്തുന്ന ഒരു സമൂഹമല്ല നമ്മുടെ കേരളം, കേരളീയ സമൂഹം. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടാണിത്. അത് തനിയെ ഉണ്ടായതല്ല. ശ്രീനാരായണ ഗുരു അടക്കം നവോത്ഥാന നായകർ നേതൃത്വം കൊടുത്ത് നമ്മുടെ കേരളത്തിൽ ശക്തമായ രീതിയിൽ നിലനിന്നിരുന്ന നവോത്ഥാന പ്രസ്ഥാനം അതിന്റെ എല്ലാം ഭാഗമായി, അതിന്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണിത്. അതുകൊണ്ടാണ് രാജ്യത്തിന് മുന്നിൽ മാതൃകയായി നാം നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും കാണാത്ത സോദരത്വേന ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാലും അതിലൊട്ടും ആശ്ചര്യമില്ല. മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം നിൽക്കുന്നു. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളം വർഗീയ ശക്തികൾ ഇല്ലാത്തൊരു നാടല്ല. വർഗീയ ശക്തികൾ ചിലത് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഹങ്കരിക്കുന്നവരുണ്ട്. നമ്മുടെ നാട് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഇവിടെ ഒരു വർഗീയ സംഘർഷവും ഒരു വർഗീയ കലാപവുമില്ല. നമ്മുടെ നാട്ടില് വർഗീയ കലാപം ഇല്ലാതിരുന്നിട്ടുണ്ടോ? തീരെ വർഗീയ കലാപം നടക്കാത്തൊരു നാടാണോ നമ്മുടെ നാട്? പഴയ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. ഏതെല്ലാം സംഘർഷങ്ങൾ, എന്തെല്ലാം കലാപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കലാപങ്ങൾ. ആ കലാപങ്ങളിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അനേകം പേർക്ക് മാരകമായ പരിക്കേറ്റു. പലരുടെയും സ്വത്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാമായിരുന്നു കേരളം. ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ സംഘർഷമില്ലാത്ത,
ഒരു വർഗീയ കലാപവുമില്ലാത്ത നാടായി മാറിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതിലുണ്ട്. അതോടൊപ്പം വർഗീയ സംഘർഷങ്ങളുണ്ടായാൽ, വർഗീയ കലാപങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടിയിലൂടെയാണ് നേരിടുന്നത്. മാത്രമല്ല, ഒരു വർഗീയ സംഘടനയുമായും ചാരി നിൽക്കില്ല. എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ്. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത്. ഇന്ന് ആരും കൊതിക്കുന്ന ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടം എന്ന നിലയിൽ കേരളം മാറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. എല്ലാവരും അത് അംഗീകരിക്കുകയാണ്. ഇതിനെ വർഗീയ ശക്തികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് അട്ടിമറിക്കണം. പക്ഷേ അവരാകാവുന്നതെല്ലാം ചെയ്തിട്ടും സാധിക്കുന്നില്ല. സ്വാഭാവികമായും പകയുണ്ടാവും. ആ പകയാണ് വലിയ തോതിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളത്തെ അവഗണിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം സാമ്പത്തിക രംഗത്ത് അനുവദിക്കുന്നില്ല. എല്ലാ രംഗത്തും ശ്വാസം മുട്ടിക്കാനാണ് നോക്കുന്നത്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന കേരളം, എന്നാൽ അതേസമയം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് പോലുള്ള മഹാമാരിയും നേരിടേണ്ടി വന്നൊരു നാട്. പലരും ആ ഘട്ടത്തിൽ തകർന്നു പോകും എന്ന് ആശങ്കപ്പെട്ടൊരു നാട്. നമുക്ക് അതിനെയെല്ലാം അതിജീവിക്കാനായി. എങ്ങനെയാണ് അതിജീവിക്കാനായത്? നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് ഏറ്റവും വലിയ കരുത്തായി മാറിയത്. അതിന്റെ ഭാഗമായാണ് ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുന്ന ഒരു നാടായി അതിജീവനത്തിലൂടെ കേരളം മുന്നേറി വന്നത്. അസാധ്യം എന്ന് കരുതിയ പലതും നമുക്കിവിടെ സാധ്യതപ്രായമാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല. ആ കാര്യങ്ങളൊന്നും ആൾ ആലോചിക്കാൻ പാടില്ല. ആ കാര്യങ്ങളെല്ലാം ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോകണം. അതിനെ കോൺഗ്രസിന് നേതൃത്വമുള്ള UDF-ഉം BJP-യും ഒരേപോലെ താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗം അടുത്ത കാലത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ആ പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം തയ്യാറല്ല. ചർച്ച ചെയ്താൽ വിഷമകരം, വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് വസ്തുതകൾ അവരുടെ മുന്നിലേക്ക് വരും. എന്നാൽ
നുണ പ്രചരിപ്പിച്ചു വിടുമ്പോ ആ പ്രയാസമില്ല. ഇപ്പോ പോറ്റിയെ കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത്. അവിടെ പോറ്റിയെ കയറ്റിയത് LDF ഗവൺമെന്റും ആ ഗവൺമെന്റ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതിന്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്? അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുക്കുന്നത്? ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും UDF സ്വീകരിച്ചത്. ഇവിടെ പോറ്റിയെ LDF നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? നാം ഓർക്കേണ്ടത് നമ്മുടെ ശബരിമല ആയി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഗമം, ആഗോള സംഗമം ദേവസ്വം ബോർഡ് നടത്തിയല്ലോ. അതിന് ബദൽ സംഗമം ചിലർ നടത്താൻ പുറപ്പെട്ടു. അത് പാളിപ്പോയി എന്നെല്ലാവർക്കും അറിയാം. വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ച, യഥാർത്ഥ ഭക്തർ പിന്താങ്ങിയ ഒരു പരിപാടിയായിരുന്നു ആ സംഗമം. ആ സംഗമത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിന്റെ ശോഭ കെടുത്തണം എന്ന ഉദ്ദേശത്തോടെ അതിന് തൊട്ടു മുൻപ് വലിയൊരു ആരോപണവുമായി ശബരിമലയിലെ സ്പോൺസർ എന്നവകാശപ്പെടുന്ന ഈ പോറ്റി രംഗത്ത് വന്നല്ലോ. ഓർമ്മയില്ലേ? ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പീഠങ്ങൾ, ഞങ്ങൾ നൽകിയ പീഠം ഇപ്പോഴവിടെ ഇല്ല. അതെവിടെ പോയി? കട്ടുപോയി. ഇതല്ലേ പോറ്റി പരസ്യമായി പറഞ്ഞ കാര്യം? അത് എന്തിനായിരുന്നു? ശബരിമലയിൽ ഇത്തരത്തിൽ കളവ് നടന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ പോറ്റി പുറപ്പെട്ടതാണല്ലോ. പോറ്റി ഇത് പറയേണ്ട താമസം ഏറ്റെടുക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവടക്കം
കോൺഗ്രസും BJPയും എല്ലാം മത്സരിച്ച് രംഗത്ത് വന്നല്ലോ. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിങ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. കൃത്യം പീഠമുള്ള സ്ഥലത്ത് അവരെത്തി. പീഠം എവിടെയായിരുന്നു? പീഠം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ. ആരെത്തിച്ചത്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അപ്പോ ബോധപൂർവം നല്ല രീതിയിലുള്ള ബന്ധം നേരത്തെ തന്നെ രാഷ്ട്രീയമായുള്ള അവിശുദ്ധ ബന്ധം പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ട് എന്നുള്ളത് അതിനെ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി പോറ്റിയിലൂടെ ഉപയോഗിക്കുകയായിരുന്നില്ലേ? വിജിലൻസ് അവിടെ നിർത്തിയില്ല, ദേവസ്വം ബോർഡും അവിടെ നിർത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു പ്രശ്നവും മറച്ചുവെക്കുന്ന പതിവ് കേരളത്തിലെ LDF സർക്കാരിനില്ല. ഓർമ്മയില്ലേ? ഞങ്ങള് അധികാരത്തിൽ വരുമ്പോ ആലുവക്കടുത്തുണ്ടായ ജിഷ എന്നായിരുന്നില്ലേ ആ കുട്ടിയുടെ പേര്? കൊലക്കേസ്. എന്തെല്ലാം വിചിത്രവാദങ്ങളായിരുന്നു ആ ഘട്ടത്തില്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ് അഴിച്ചുവിട്ടിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ശരിയായ ദിശയിൽ അന്വേഷണം നടന്നത്? അത് തുറന്ന് ഇങ്ങോട്ട് ഒരു കേസല്ല, നിരവധി കേസുകൾ, ഏറെക്കുറെ എല്ലാ കേസുകളും എത്ര ഫലപ്രദമായാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഒരു കുറ്റവാളിയും നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. അതാണ് നാം സ്വീകരിക്കുന്ന സമീപനം. അതിന്റെ ഭാഗമായാണ് ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മറവിൽ നിൽക്കുന്ന കുറ്റവാളികളെ കയ്യോടെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. വലിയ മികവാണ് അത്തരം കാര്യങ്ങളിൽ പോലീസ് കാണിച്ചിട്ടുള്ളത്. ഇത് കൊലപാതകങ്ങളിൽ മാത്രമല്ല, ആക്രമണ സംഭവങ്ങളിൽ മാത്രമല്ല, ഒരുപാട് കളവ് കേസുകളിൽ കട്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നാട് വിട്ട് രാജ്യം വിട്ട് പോയവരെ അടക്കമാണ് അവിടെ എത്തിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിയമത്തിന്റെ കരങ്ങളിൽ പോലീസ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ തരത്തിലാണ് കുറ്റവാളികളോട് നാം സ്വീകരിക്കുന്ന സമീപനം. ഇവിടെ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. ആര് എന്നത് പ്രശ്നമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, അവരുടെ നേരെ ദാക്ഷിണ്യമില്ല. ഇതാണ് പൊതുവെ സ്വീകരിച്ച സമീപനം. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ മുന്നിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ഹൈക്കോടതി കൂടി ഇടപെട്ടുകൊണ്ടാണ് നടപടികളിലേക്ക് എത്താറ്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉന്നയിച്ചു, ഗവൺമെന്റും ഉന്നയിച്ചു. അതിന്റെ ഭാഗമായി പ്രത്യേക ടീമിന് രൂപം കൊടുത്തു. പ്രത്യേക ടീം
സാധാരണഗതിയിൽ സ്റ്റേറ്റാണ് രൂപീകരിക്കുക. എന്നാൽ ഇവിടെ ആ പ്രത്യേക ടീമിനെ പോലീസ് സേനയിലുള്ള നല്ല പ്രാപ്തരായ നല്ല റെക്കോർഡുള്ള ആളുകളെ തെരഞ്ഞു കണ്ടെത്തി രൂപീകരിച്ചത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ റിവ്യൂ നടത്തുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതിന്റെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ വന്ന ഒരു പെറ്റീഷന്റെ മേലെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഞങ്ങളാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി, ഞങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ വെച്ചത്. ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കുന്നത്. കൃത്യമായി പറയുകയാണ്, ഇവർക്ക് കേസിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഹൈക്കോടതി പറയുകയാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായി മറ്റൊരു ചിത്രീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസും മറ്റും ശ്രമിച്ചത്. അതായത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക. ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നാൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടും. ഇവിടെ ആ അവസ്ഥ ഉണ്ടാക്കുന്നത് ഗവൺമെന്റാണ് എന്ന് വരുത്താനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത്, UDFും ശ്രമിച്ചത്. അതിന് മറുപടി ഹൈക്കോടതി പറയാണ്, ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ച് പറയാണ്, ഇതൊരു സാധാരണ കൊലക്കേസല്ല. നിരവധി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്നോ എന്നത് ഒരു പ്രശ്നമേ അല്ല. ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നല്ല രീതിയിലുള്ള തെളിവുകളാണ് ആവശ്യം. അതിന് കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പറയുന്ന പ്രത്യേക അന്വേഷക സംഘം അവരുടെ എല്ലാ നടപടികളും ഇപ്പോ ചാർജ് ഷീറ്റ് കൊടുക്കാതെ അന്വേഷണം തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിനടക്കം ഹൈക്കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പരസ്യമായി ഹൈക്കോടതിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി വ്യക്തമാക്കി, ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. ബാഹ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോ സർക്കാരിനെ കൂടിയായിരിക്കാം. കാരണം പ്രതിപക്ഷം വലിയ തോതിൽ ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവൺമെന്റ് വക്താക്കളോ നടത്തുന്നില്ല. അതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി പറഞ്ഞത്, ഞങ്ങളാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. അപ്പോ വിഷമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നല്ലത് ചർച്ച ചെയ്യാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചക്കും
ഇവരാരും തയ്യാറായില്ല എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ പോറ്റിക്ക് ഇപ്പോ പുറത്തിറങ്ങാൻ കഴിഞ്ഞു. ഒരു ആശ്വാസം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇനി വീണ്ടും ഏലേസും എടുത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിക്ക് പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസമുണ്ട്. എങ്ങനെയാണ് ജൻമത് 10 ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ജൻമത് 10. അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം. അവിടെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖം കാണിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളത്. അവസരം കിട്ടിയിട്ടില്ല. അവിടെയാണ് പോറ്റിയും ഇവിടുത്തുകാര് രണ്ടാളെ നിങ്ങൾക്കറിയാലോ, രണ്ടുപേരും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗങ്ങളാണല്ലോ. രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാള് കൂടെ. അതാര്? ബെല്ലാരിക്കാരൻ. അറിയില്ലേ? അദ്ദേഹത്തിന്റെ പേര് ഗുണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സ്വഭാവത്ര ഗുണമല്ല. ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയ ആളും എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ്. ഇതല്ലേ ചിത്രം? എങ്ങനെ എത്താനായി? എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ? ഏതായാലും ഈ കൂടെ പോയവരല്ല കൊണ്ടുപോയത് എന്ന് അവർ തന്നെ വ്യക്തമാക്കി. ഇവരിൽ ചിലർ പറഞ്ഞല്ലോ, അയ്യോ ഞങ്ങളല്ല പോയത്, പോറ്റി വിളിച്ചിട്ട് ഞങ്ങൾ പോയതാണെന്ന്. പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം, സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി? എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം? എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം? ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു ആദ്യം? രമേശ് ചെന്നിത്തലയല്ലേ? ആ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ കാര്യം ഏതെല്ലാം വഴിക്കാണ് നീങ്ങുന്നത് നമുക്കറിയാവോ? രമേശ് ചെന്നിത്തലയാണല്ലോ അത് വ്യക്തമാക്കിയത്. ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളെ കൈകൾ ഇതിൽ ശുദ്ധമാണ്. ഇവിടെ ഒരാശങ്കയുമില്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായുള്ള ശക്തമായ നടപടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത്. അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് ഹൈക്കോർട്ടുമാണ്. ഹൈക്കോർട്ടിനെയാണോ BJP ആണോ കോൺഗ്രസിന് വിശ്വാസം? ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോ CBI വരണം എന്ന് പ്രതിപക്ഷ നേതാവും BJP കോൺഗ്രസും പറയുകയാണ്. എന്താ അതിന്റെ പിന്നിൽ? ഹൈക്കോടതിനേക്കാളും വിശ്വാസം BJP-യിലായോ? ഇവിടെ യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു B ടീമായി കോൺഗ്രസ് മാറുകയല്ലേ? ആലോചിക്കണം. നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ വളരെ ദീർഘമായി ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ചില സംഭവങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഉറപ്പ് BJP പുറത്ത്. എന്താ കോൺഗ്രസ് സ്വീകരിച്ചത് സമീപനം? കൂടെ നിർത്താൻ പറ്റുന്നവരെല്ലാം അകറ്റിക്കളഞ്ഞു, സമാജ്വാദി പാർട്ടി അടക്കം. ഫലം നല്ല നിലക്ക് BJP ജയിച്ചു വന്നു. ഇതവിടെ മാത്രമാണോ? ജമ്മുകാശ്മീരിൽ ഇപ്പോ ഒമർ അബ്ദുള്ളയുടെ ഭരണം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അയഥാർത്ഥമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് സീറ്റുകൾ വാങ്ങുകയായിരുന്നു. പച്ച തൊട്ടോ കോൺഗ്രസ്? ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളത് കൊണ്ട് ജയിച്ചു വരാൻ അവിടെ കഴിഞ്ഞു. അവിടെയും BJP-യെ സഹായിക്കുന്ന നിലപാടായിരുന്നില്ലേ? ഡൽഹി BJP-ക്കെതിരെ പോരാടി നിന്നത്
ആം ആദ്മി പാർട്ടിയായിരുന്നല്ലോ. AAP-യുടെ നേതാവായിരുന്നല്ലോ കെജ്രിവാൾ, അവിടുത്തെ മുഖ്യമന്ത്രി. നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പലയിടങ്ങളിലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചല്ലോ. ഡൽഹിയിൽ കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അപ്പോ കോൺഗ്രസ് ഇദ്ദേഹത്തെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, കെജ്രിവാളിനെയാണ്. ആരെ സഹായിക്കാനത്? തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത എവിടെയുണ്ടോ? ഉള്ള സാധ്യത എന്തിനുപയോഗിച്ചു? BJP-ക്ക് വരാൻ അവസരമൊരുക്കി. ആം ആദ്മിയെ ശക്തമായി എതിർത്തു. കോൺഗ്രസിന് വട്ടപൂജ്യം തന്നെ. പക്ഷേ നല്ല ആശ്വാസം, BJP അധികാരത്തിൽ വന്നു. ഇതല്ലേ സമീപനം? BJP-യുടെ B ടീമായി കോൺഗ്രസ് മാറുകയല്ലേ? ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ തർക്കങ്ങൾ ആരംഭിച്ചല്ലോ. ആദ്യമേ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ബഹളങ്ങൾ ഉണ്ടാക്കലാണല്ലോ, അന്തരീക്ഷം മോശമാക്കലാണല്ലോ. അവസാനം യോജിപ്പ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP-യുടെ സഖ്യത്തെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ റബൽ സ്ഥാനാർത്ഥികൾ ബീഹാറിൽ പലയിടത്തുണ്ടായില്ലേ? യഥാർത്ഥത്തിൽ BJP-യുടെ B ടീമായല്ലേ പ്രവർത്തിച്ചത്? ഇപ്പൊ കുറെ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ പ്രഖ്യാപനം വന്നല്ലോ, ഞങ്ങൾ ഒറ്റക്കാണ് നിൽക്കുക. ഒറ്റക്ക് നിന്ന ഡൽഹിയിലെ ആ അക്കം മേടിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിലടക്കം അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലേ? ഇതാണ് B ടീമാണ് എന്ന് നാം കാണേണ്ടതിന്റെ അർത്ഥം. ഇപ്പോ കേന്ദ്ര ബജറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാനില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന BJP-ക്കെതിരെ ആക്ഷേപിച്ചൊരു വാക്കും പറയുന്നില്ല. എല്ലാ അർത്ഥത്തിലും BJP-യുടെ ഒരു B ടീമായി കോൺഗ്രസും UDF-ഉം മാറിയിരിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം വളരെ കൂടുതലായി പോയി. ജാഥാ നേതാവ് ജോസ് കെ മാണി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇനിയും സമയമെടുക്കുന്നത് ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. നാം ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നീങ്ങുന്നത്. ആ നവകേരളം എന്നത് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരുക എന്നതാണ്. യഥാർത്ഥ ലോകത്തിന്റെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ നാടിന്റെ ജീവനിലവാര തോത് ഉയർത്തുക, അതിനാണ് നാം ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും LDF-നോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ എല്ലാ കുപ്രചരണങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉറച്ചു നിന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു നീങ്ങാം, മുന്നേറാം. ഇനിയും ഈ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പിന്തുണ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി നമ്മുടെ ജാഥ ക്യാപ്റ്റന് മൊമന്റോയും കിരീടവും
ജാഥ ക്യാപ്റ്റനെ പുഷ്പകിരീടം അണിയിച്ച്